സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. वचन से कुछ बातों को हम मनन करेंगे. ദൈവമക്കൾക്കുള്ള പ്രതിഫലത്തിൻ്റെ വിഭജനവും അതിൻ്റെ സ്റ്റേജും അവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാകാം എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. हमने मनन किया कि परमेश्वर के बच्चों को जो प्रतिफल रूप से क्या क्या पुरस्कार मिलेगा, वहाँ का मंच कैसा होगा, ये बातों को हम पढ़ रहे थे. എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, क्यों हम ये सारी बातों को मनन करते हैं पूछे तो, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നമുക്ക് നിൽപ്പാൻ കഴിയേണ്ടതിന് വേണ്ടിയിട്ടാണ്. ताकि हम हमारे उद्धारकर्ता प्रभु यीशु मसीह के सामने खड़े रह पाए. സ്തോത്രം. നമ്മൾ അക്ഷരീകമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മുടെ പ്രവൃത്തികളുമായിട്ട് പോയി നിൽക്കണം. हमें साक्षात रूप से प्रभु यीशु मसीह के सामने अपने कार्यों का लेखा जोखा लेकर खड़ा रहना पड़ेगा. നമ്മുടെ സകല പ്രവൃത്തികളെയും കർത്താവ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. हमारे सारे कार्यों को परमेश्वर अपने किताब में लिखता है. എല്ലാവരുടെയും പേരും ആ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. हम सबका नाम भी उनके उस किताब में लिखा गया है. ജീവപുസ്തകം എന്ന് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. वचन हमें उस किताब को जीवन का किताब कर कर बताकर देता है. ഒന്ന് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ് അത് മെൻഷൻ ചെയ്തു തുടങ്ങുന്നത്. निर्गमन के 32वें अध्याय में पहली बार इसके बारे में बताया जाता है. അവിടെ 32-ഉം 33-ഉം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. उसका 32 और 34. മതി, ഹിന്ദി മേ പഠിയേക. ജനം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നിട്ടോ ആ കൂടെ ദേഷ്യം വന്നിട്ടോ ഒക്കെ മോശ ദൈവത്തോട് പറയുന്നൊരു ഭാഗം, लोगों ने जब पाप किया तो उसके दुख में या उसके क्रोध में हो, मूसा परमेश्वर से बात करता है. നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയുക. तेरे किताब में से मेरे नाम को काट दे. അപ്പം ദൈവം മോശയോട് പറഞ്ഞു, അങ്ങനെ നിന്റെ പേര് മായ്ക്കാൻ പറ്റില്ല. अब परमेश्वर ने मूसा से कहा, ऐसे तो तेरे नाम को मैं नहीं काट पाऊंगा. ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നവരുടെ പേര് ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന്. परमेश्वर के विपरीत या विरुद्ध जो पाप करते हैं उनका नाम उस किताब से काट देने का कहा गया था. ഒന്ന് ആലോചിച്ചു നോക്കണം, ഇതെന്ത് വലിയ പുസ്തകമായിരിക്കും. जरा स्मरण कर कर देखो ये कितना बड़ा किताब होगा. फिर ഈ ലോകത്തിലുള്ള ആൾക്കാരുടെ ജീവപുസ്തകത്തിൽ പേരെഴുതി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ മുഴുവൻ പേരുടെയും പേര് പുസ്തകത്തിൽ എഴുതണേ എത്ര വലിയ പുസ്തകം इस വേണം. पुस्तक में अगर उद्धार किए हुए इन संसार के सारे लोगों का नाम लिखना है तो कितना बड़ा पुस्तक होगा. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് മനസ്സിലാക്കാം. एक उदाहरण कहूं तो समझ आएगा. നമ്മുടെ ഒരു ഫോണിനകത്തുള്ള 5Gയുടെ സിം കാർഡിനകത്ത് എത്ര പേര് നമുക്ക് എൻട്രി ചെയ്യാം? हमारे फोन में अगर एक 5G सिम कार्ड है तो उसमें कितने नाम हम सेव कर सकते हैं? 10,000 പറ്റുമായിരിക്കും അല്ലേ? हो सकता है 10,000. എനിക്ക് തോന്നുന്നു എൻ്റെ സിമ്മിൽ 1600 നമ്പറുണ്ട്. मेरे ही सिम में कुछ 1600 जितने नंबर होंगे. അപ്പൊ ഇനിയും അതിൻ്റെ അകത്ത് പേര് ചേർക്കാൻ സ്ഥലമുണ്ട്. और उसमें नाम जोड़ने के लिए जगह है. എനിക്ക് തോന്നി അത് തീരുമ്പം വേണേ ഫോണിന്റെ മെമ്മറിയിലും കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. लगता है कि सिम का मेमोरी खत्म हो जाए तो फोन के मेमोरी में भी सेव किया जा सकता ഈ है. 1600 പേരും അവരുടെ നമ്പരും ഒരു ബുക്കിൽ എഴുതിയിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ എത്ര വലിയ ബുക്ക് വേണമെന്ന് ये ആലോചിച്ചു. 1600 लोगों का नाम और उनके डिटेल्स को एक किताब या पुस्तक में लिखकर घूमना होगा तो कितना बड़ा पुस्तक चाहिए होगा. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തു. इतना बड़ा कार्य करने के लिए परमेश्वर ने मनुष्य को ज्ञान दिया. അങ്ങനെയാണെങ്കിൽ
ഈ മുഴുവൻ രക്ഷിക്കപ്പെട്ടവരുടെയും പേരെഴുതുന്ന പുസ്തകം ഉണ്ടാക്കാൻ നമ്മുടെ തമ്പുരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ऐसा है तो हमारे परमेश्वर को कोई कठिनाई नहीं होगा कि परमेश्वर को जीवन की पुस्तक में लिखने के लिए इतना बड़ा किताब बनाना पड़े। നമ്മുടെ കയ്യിലിരിക്കുന്ന കാർഡ് പോലത്തെ വല്ലോ കാർഡും ആണോ എന്ന് ആർക്കറിയാം? हमारे पास जो कार्ड रहता है ऐसा कोई कार्ड है क्या, पता नहीं, കാരണം ഇന്ന് പുസ്തകങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടുമല്ലോ. क्योंकि पुस्तक तो इसके अंदर भी हमें मिलता है। ഓരോ പേജും മറിക്കാനും കിട്ടുമല്ലോ. एक एक पेज भी, पन्ना भी हम घुमा सकते हैं। വേദപുസ്തകം 1, 2, 3 എത്ര വേണം, ഇത് മുഴുവൻ നമുക്ക് ഇതിനകത്ത് ഇറക്കി വെക്കാം. और परमेश्वर के वचन बाइबल को कितने अलग अलग रूप से हम इसके अंदर रख सकते हैं, എന്നിട്ട് ഈ സാധനം നമ്മൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുക. लेकिन ये तो हमारे पॉकेट में रखकर हम घूमते हैं। അപ്പം ദൈവം തമ്പുരാന്റെ പുസ്തകം എങ്ങനെയായിരിക്കും നമ്മളൊന്ന് तो ആലോചിച്ച് നോക്കിയാൽ മതി. परमेश्वर का पुस्तक कैसा होगा, हम जरा स्मरण कर कर देखें। അപ്പോ പാപം ചെയ്യുന്നവന്റെ പേര് ഈ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്നാണ് ദൈവം तो പറയുന്നത്. पाप करने वाले लोगों का नाम जीवन के इस पुस्तक से नाम को काट दिया जाएगा, लिखा है। 69 സങ്കീർത്തനത്തിന്റെ 28 വാക്യം. 69 भजन संहिता का 28वां कलम। സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയുകയാണ്, भजन संहिता लिखने वाला एक बात कहता ജീവന്റെ है, പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. जीवन के किताब में से इसके नाम को हटा दे, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതി വെക്കരുത്. और धर्मियों के साथ उनका नाम मत लिख रखना। അപ്പൊ നീതിമാന്മാരുടെ പേരാണ് അവിടെ എഴുതി വെക്കുന്നത്. और वहां पे धर्मियों का नाम पुस्तक में लिखा गया है, അനീതി പ്രവർത്തിക്കുന്നവരുടെ പേര് ആ പുസ്തകത്തിനകത്ത് ഉണ്ടാവില്ല. अधर्मियों का नाम उस किताब में ना होगा। പൗലോസ് അപ്പോസ്തലൻ ചിലരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. प्रेरित पौलुस कुछ लोगों के नाम को उठाकर कहता है, ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിന്റെ 3 വാക്യം. फिलिपियों के 4:3, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാർ. और जीवन के पुस्तक में नाम लिखा गया वो मेरा सहभागी क्लेमेंट। അപ്പോൾ ക്ലേമന്തും കൂടെ സുവിശേഷ വേല ചെയ്യുന്ന കുറച്ചു പേരുടെ പേരും പുസ്തകത്തിലുണ്ടെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. क्लेमेंस और उसके साथ अन्य सहकर्मियों का नाम उस जीवन के पुस्तक में लिखा गया है, कहा गया है। പിന്നെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, और फिर हम पढ़ते हैं वचन में, അവന്റെ പേര് उनका नाम ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ मैं जीवन के पुस्तक से हटाए बिना, എന്റെ काटे बिना, പിതാവിന്റെ സന്നിധിയിലും मेरे पिता के सम्मुख, അവന്റെ ദൂതന്മാരുടെ മുൻപിലും उनके स्वर्गदूतों के सामने അവന്റെ പേര് ഏറ്റുപറയും. उनका नाम मैं कबूल दूंगा। അപ്പൊ ഏറ്റുപറയുന്നത് പ്രതിഫലം കൊടുക്കുമ്പോഴായിരിക്കുമെന്ന് ഞാൻ और വിചാരിക്കുന്നത്. मैं सोचता हूं कि प्रतिफल जब दिया जाएगा तब इस बात को या नाम को कबूल आ അപ്പൊ जाएगा। പേരെഴുതി വെച്ചേക്കുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം, അവിടെ ചെല്ലുമ്പം നമ്മുടെ പേര് ദൂതന്റെ മുൻപാകെ ഏറ്റുപറയണം. और पुस्तक में लिखने वाला नाम का मतलब यह है कि जब हम स्वर्ग पहुंचेंगे तो उसके स्वर्गदूतों के सामने हमारे नाम को उठाकर पढ़ा जाएगा। ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര കോടി മനുഷ്യരുണ്ട്? संसार में आज जीने वाले कितने मनुष्य होंगे? അതിനകത്ത് എന്തുമാത്രം വിശുദ്ധന്മാരുണ്ടാകും? उसके अंदर कितने पवित्र संतगण होंगे? എന്നാൽ ഇതിനു പുറകിൽ മരിച്ചുപോയ എത്രയോ അധികം ജനങ്ങളുണ്ട്. लेकिन इससे पहले मर गए हुए कितने ही सारे लोग होंगे। ആ കൂട്ടത്തിൽ എത്ര വിശുദ്ധന്മാരുണ്ട്? उन झुंड में कितने पवित्र संतगण होंगे। ഇതും മുഴുവനും തമ്പുരാന്റെ പുസ്തകത്തിലുണ്ട്. ये सारी बातें परमेश्वर के पुस्तक में है। ഇവരുടെ മുഴുവൻ പേരുടെയും പേര് തമ്പുരാൻ इन വിളിക്കും. सबों का नाम परमेश्वर उस दिन पुकारेगा। പ്രവർത്തിക്കനുസരിച്ച് എല്ലാവർക്കും പ്രതിഫലം വീതിച്ചു കൊടുക്കും. कार्य के हिसाब से सबको प्रतिफल को बांट दिया जाएगा। ഒരു കാര്യം ഞാൻ പറയട്ടെ, एक बात मैं आपसे कहूं, പ്രതിഫലം മേടിക്കുന്നതിലെ സന്തോഷമല്ല, प्रतिफल को स्वीकारने वाली खुशी नहीं, അതിൽ സന്തോഷമുണ്ട്. उसमें खुशी है, പക്ഷെ പ്രതിഫലം തരുന്നയാളിനെ കാണുന്നതാണ് ഏറ്റവും വലിയ लेकिन സന്തോഷം. प्रतिफल देने वाले उस व्यक्ति को देखने में ही सबसे ज्यादा खुशी है। കാരണം ഈ പ്രതിഫലത്തിന് നമ്മെ യോഗ്യനാക്കിയത് Amen. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവാണ്. क्योंकि हमें प्रतिफल के योग्य बनाने वाला वो प्रभु ही है जो सिंहासन में बैठा है। എന്തെങ്കിലും ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് രാഷ്ട്രപതി നമ്മളെ ഡൽഹിക്ക് വിളിച്ചെന്നിരിക്കട്ടെ. कुछ तो हमें पुरस्कार देंगे कहकर राष्ट्रपति ने, सोच लो, दिल्ली में हमें बुलाया, അത് കൊറിയർ ചെയ്തേക്കാൻ നമ്മൾ ആരെങ്കിലും പറയോ? क्या हम कहेंगे उसे कुरियर कर दो? എന്റെ അഡ്രസ് അവിടെ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൊറിയർ मेरा ചെയ്തേക്കാൻ पता നമ്മൾ आपके പറയും. पास है, आप कुरियर कर दो, ऐसे कहेंगे क्या? നമുക്ക് കിട്ടുന്ന ഒരു വിലപ്പെട്ട അവസരം, हमें मिलने वाले बहुमूल्य अवसर, പ്രസിഡന്റിന്റെ അടുക്കൽ ചെന്ന് നിന്ന് കാണാനും 2 വാക്ക് പറയാനും ഒരു സമ്മാനം മേടിക്കാനുള്ള അവസരം. राष्ट्रपति के सामने रहकर उसको देखने के लिए, उससे 2 बातें कर कर पुरस्कार पाने का जो आदर, ആ സമ്മാനത്തെക്കാൾ അധികം നമ്മൾ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും
और वो पुरस्कार से ज्यादा हम जो आदर और प्रेम रखते ആ हैं സമ്മാനം തരുന്ന രാഷ്ട്രപതിയെ ആയിരിക്കും उस पुरस्कार को देने वाले राष्ट्रपति को होगा। എന്ന് പറഞ്ഞതുപോലെ തന്നെ ऐसा ही ഈ സമ്മാനത്തിന് നമ്മളെ യോഗ്യനാക്കിയവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. Amen. ये पुरस्कार को पाने के लिए हमें योग्य बनाने वाला वध किया हुआ वही मेमना है। ആ കുഞ്ഞാടിനെ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ Praise the Lord. സന്തോഷം എന്ന് പറയുന്നത്. उस मेमने को हम देख पाए वही हमारे जीवन का सबसे बड़ा खुशी होगा। ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നു. और एक लड़की को ब्याह कर भेजा जाता है। വീട്ടിലുള്ള സാഹചര്യങ്ങളെയാണോ സ്നേഹിക്കുന്നത്? क्या घर की सुविधाओं से वो प्रेम करती है? അതൊന്നുമല്ല. नहीं, वो नहीं। ആ ചെറുപ്പക്കാരനെയാണ് സ്നേഹിക്കുന്നത്. उस लड़के से वो प्रेम करती हैं। ആ ചെറുപ്പക്കാരന്റെ വീട്ടിലെ പ്രോപ്പർട്ടീസിനെ അല്ല उस സ്നേഹിക്കുന്നത്. लड़के के जायदाद से वो प्रेम नहीं रखती, അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനുള്ള എല്ലാ പ്രോപ്പർട്ടീസിലും അവൾക്ക് അവകാശം കിട്ടുകയാണ്. क्योंकि उस व्यक्ति से वो प्रेम करती है, उसके पास जो कुछ है उस सब के ऊपर उसका भी अधिकार हो जाता है। നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് हम പറയുന്നത്. यीशु से प्रेम करते हैं, वही हमारे लिए सबसे बड़ी बात है। അത് നമ്മൾ പ്രത്യേകം वो തിരിച്ചറിയണം. हमें विशेष रूप से जानना होगा। സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല പ്രൈം പർപ്പസ്. स्वर्ग में जाना ये कोई हमारा प्रधान पर उद्देश्य नहीं। പിന്നെ എന്താണ് നിങ്ങൾ ആലോചിക്കുമായിരിക്കും? फिर तुम सोचोगे क्या है? ആ മണവാളന് Amen. പറ്റുന്ന യോഗ്യതയുള്ള മണവാട്ടിയായി തീരുക എന്നുള്ളതാ. उस दुल्हे के काबिल एक दुल्हन रूपी हमें तैयार होना वही बड़ी बात है। താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്താമെന്ന് जहाँ वो പറഞ്ഞേക്കുക. बैठा है वहां हमें बिठाएगा कहाँ है? മണവാളനോട് കൂടെ ഇരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം. दुल्हा के साथ बैठना वही हमारे लिए खुशी की बात है। നമ്മളിപ്പോൾ യേശുവിന്റെ സാന്നിധ്യം ആത്മീകമായി അനുഭവിച്ചറിയുക. अब तो हम यीशु के सानिध्य को आत्मिक रूप से अनुभव करते हैं, അക്ഷരികമായി അനുഭവിക്കുന്ന ആ നല്ല സുദിനമാണ് Amen. നമ്മുടെ സന്തോഷം എന്ന് लेकिन वो പറയുന്നത്. सचमुच अनुभव करने वाली साक्षात दिन वही हमारी खुशी की दिन है। നമ്മുടെ പേര് ഈ കുഞ്ഞാട് അവിടെ ഏറ്റുപറയുന്നു. हमारा नाम यही मेमना वहां फिर से दोहराएगा। ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണെന്ന് परमेश्वर ആലോചിച്ച് हमसे करने वाले करुणा कितना बड़ा है, सोच कर നമ്മുടെ देखिए। പ്രവർത്തികളെല്ലാം അവിടെ പരിശോധിക്കാൻ വേണ്ടിയാണ് പേരവിടെ വിളിച്ചോണ്ട് हमारे പോകുന്നത്. कार्य सारे परखा जाने के लिए ही हमारा नाम बुलाया जाएगा। ഇനി രണ്ടാമത്തെ ഒരു കാര്യം, अब दूसरी एक बात, നമ്മുടെ വിചാരങ്ങൾ അവിടെ പരിശോധിക്കപ്പെടും. हमारे विचार भी वहां परखे जाएंगे। നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം വിചാരങ്ങൾ കടന്നു പോകുന്നു അതെല്ലാം അവിടെ हमारे പരിശോധിക്കും. हृदय में क्या क्या विचार आ रही है वो सारी बातों को वहां परखा जाएगा। റോമാലേഖനം 2-ാം അധ്യായം रोमियो के पत्र 2 अध्याय അതിന്റെ 16-ാമത്തെ വാക്യം उसका 16वां कलम। വായിച്ചു നോക്കിയേ. जिस दिन परमेश्वर मेरे सुसमाचार के अनुसार यीशु मसीह के द्वारा मनुष्य की गुप्त बातों का न्याय करेगा। ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും എന്നാണ് പറഞ്ഞത്. यहाँ लिखा गया कि परमेश्वर मेरे सुसमाचार के अनुसार यीशु मसीह के द्वारा मसीह की गुप्त बातों का न्याय करेगा। പൗലോസ് അപ്പോസ്തലൻ ചിലയിടത്തൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. प्रेरित पौलुस कहीं तो कुछ कुछ बातों को कहता भी है। അവരുടെ രഹസ്യമായ കാര്യങ്ങളെ പറയുന്നത് ലജ്ജാവഹം എന്ന് പറയുന്നുണ്ട്. उनके गुप्त बातों को कहना शर्मनाक है ये कहते हैं। പരസ്യമായിരിക്കുന്നത് പോലെ തന്നെ എന്തായിരിക്കണം നമ്മുടെ രഹസ്യ ജീവിതവുമായി. जैसे बाहरी रूप है वैसा ही हमारा गुप्त जीवन भी होना है। അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത്. और इसलिए पहले कोरिन्थियों में जैसे लिखा है पहले अध्याय के 4 कलम में कि समय से पहले कोई बात का हम न्याय ना करें। അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. वो अंधियारे में जो है उसे प्रकाश में लाएगा। ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. हृदय में जो सोच विचार है उसे प्रकट करेगा। അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. और उस दिन एक एक को परमेश्वर की ओर से महिमा बढ़ाई मिलेगी। നമ്മുടെ പ്രവർത്തികൾ പരിശോധിക്കപ്പെടും. हमारे
कार्यों को परखा जाएगा। എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തികളെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിച്ചു क्या നോക്കാം. क्या हमारे कार्य हैं, आने वाले दिनों में हम मनन करेंगे। രണ്ടാമത്തെ, നമ്മുടെ സകല ഹൃദയ വിചാരങ്ങളും ആലോചനകളും അവിടെ വെളിപ്പെടും. दूसरे, हमारे हृदय के सारे विचार और सोच उन दिनों में वहां प्रकट होंगी। മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാക്കുകൾ അവിടെ പരിശോധിക്കും. तीसरी, हमारी बातें या बोल वहां परखे जाएंगे। മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം मत्ती सुसमाचार 12वां अध्याय 36-37 വാക്യം. 37 എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാരവാക്കിനും 36 ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും. നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ആമേൻ. और मैं तुमसे कहता हूं कि जो जो निकम्मी बातें मनुष्य कहेंगे, न्याय के दिन पे हर एक बात का लेखा देंगे, क्योंकि तो अपनी बातों के कारण निर्दोष और अपनी ही बातों के कारण दोषी ठहराया जाएगा। ഏത് നിസാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. मैं तुमसे कहता हूं कि किसी भी साधारण या निकम्मी बात कर लो, उसको न्याय के दिन में आपको उसका लेखा देना होगा। സീരിയസ് ആയ വാക്കുകൾ മാത്രമല്ല, गंभीर बात केवल नहीं, നിസാര വാക്കിനും ന്യായവിധി ദിവസത്തില് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. निकम्मी बातों के लिए भी न्याय के दिन में तुम्हें लेखा देना होगा। അപ്പൊ നമ്മുടെ പ്രവൃത്തി ചോദന ചെയ്യുമ്പോൾ അത് നിലനിൽക്കണം. हमारे कार्य जब परखे जाएंगे तो वहां स्थिर रहना होगा। നമ്മുടെ വിചാരത്തെ പരിശോധിക്കുമ്പോൾ കുറ്റം വിധിക്കപ്പെടരുത്. हमारे विचारों को परखा जाएगा तो दोषी ना ठहराया जाए। നമ്മുടെ വാക്കുകൾ കൊണ്ട് കുറ്റം വിധിക്കപ്പെടാതെ നമ്മൾ ദൈവസന്നിധിയിൽ हमारे നീതീകരിക്കപ്പെട്ടവരാകണം. बातों से हम दोषी ना ठहरा पाए और धर्मी ठहरा पाए। ഇപ്പോൾ നമ്മൾ ഈ കാര്യത്തൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. अब तो इन बातों में हम ध्यान नहीं देते होंगे, പക്ഷെ ദൈവവചനം പറയുന്നത് ഇത് മൂന്നും പ്രതിഫല വിഭജനത്തിൽ लेकिन പരിശോധിക്കപ്പെടും. परमेश्वर का वचन कहता है तीनों बातों को प्रतिफल के दिन परखा जाएगा। അതുകൊണ്ട് ദൈവസന്നിധിയിൽ इसलिए परमेश्वर के सन्निधि में ദൈവമക്കളോടൊപ്പം परमेश्वर के लोगों के साथ നമ്മുടെ ജീവിതം കുറ്റമറ്റ മനസാക്ഷിയോടെ ആയിരിക്കണം. हमारा जीवन जो है कोई गलत फहमी या विवेक में स्पष्ट और शुद्ध होना चाहिए। ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാകണം. परमेश्वर मनुष्य के साथ एक अच्छा विवेक हम में होना है। ഒരുപക്ഷെ മനുഷ്യർ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മാത്രമേ हो കാണുന്നുണ്ടാവൂ. सकता है मनुष्य केवल हमारे कार्य और बातों को ही सुनता और देखता होगा। നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. हमारे हृदय के विचार भी परमेश्वर के सन्निधि में शुद्ध रह पाए। അവിടെ വിധിക്കപ്പെടുമ്പോൾ നമുക്ക് മാനത്തിന് കാരണമായി തീരണം. वहां जब हमें परखा जाए, न्याय किया जाए तो आदर का कारण बन पाए। നമ്മുടെ പ്രവൃത്തികൾ അവിടെ നിലനിൽക്കണം. हमारे कार्य वहां स्थिर होने हैं। തീയിൽ കൂടെ കത്തുമ്പോൾ അത് ചാരമാകരുത്. आग में से जब गुजरे तो राख ना बन जाए। ജലത്തെ ജലത്തെ രക്ഷപ്പെടാനല്ല, जलते जलते बच जाने के लिए नहीं, ധൈര്യമായിട്ടും അവിടെ രക്ഷപ്പെടണം. या आप बांधते हुए हम वहां उद्धार को पा सकें। പ്രയാസത്തോടെ രക്ഷപ്പെടാനല്ല, और तकलीफ से हम बच जाए ऐसा नहीं, വളരെ സന്തോഷത്തോടെ അവിടെ രക്ഷപ്പെടുക. बड़े ही खुशी के साथ वहां बचने के लिए, അവനോട് കൂടെ ഇരിക്കുക. उसके साथ रहने के ആ लिए യോഗ്യത वो നമുക്കുണ്ടാകട്ടെ. योग्यता हम में भी बनी रहे। അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സഭായോഗങ്ങളും, उसी के लिए तो हमारी सारी सभाएं होती എല്ലാ हैं, മീറ്റിംഗും അതിനു सारे വേണ്ടിയിട്ടാണ്. संगति इसके लिए होती है। അതിനുവേണ്ടിയാണ് ഈ വചനം നമ്മുടെ കൈകളിൽ उसी के लिए तो തന്നിരിക്കുന്നത്. ये वचन भी हमें दिया गया है। ആ മണവാളന് യോഗ്യതയുള്ള മണവാട്ടിയായിട്ട് ഒരുങ്ങുവാൻ ദൈവാത്മാവ് നമ്മളെ वो സഹായിക്കും. दुल्हा के लिए एक योग्य दुल्हन के रूप में हमें तैयार होने के लिए परमेश्वर की आत्मा में सहायता करें। അതിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്, उसके लिए हमें काबिल बनाने के लिए, അതിനായിട്ട് നമ്മളെ യോഗ്യരാക്കിയത് उसके लिए हमें योग्य बनाने के लिए യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണമാണ്. यीशु मसीह का क्रूस का मृत्यु है। യേശു സഹിച്ച കഷ്ടതയാണ്. यीशु मसीह ने सहा हुआ कष्टता है। അതിനുവേണ്ടി അവസാന തുള്ളി രക്തം വരെ കാൽവരി ക്രൂശിൽ ചിന്തി उसी के लिए अंतिम लहू की बूंद तक कलवरी के उस क्रूस में हमारे लिए ആ बहाया। കഷ്ടതയെ നമ്മൾ ഇന്ന് പകൽ സ്മരിക്കുകയാണ്. उसी कष्टता को आज हम सुबह स्मरण करते हैं। നമ്മൾ ഇവിടെ റൊട്ടി നുറുക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടിനെയാണ് ഓർക്കുന്നത്. हमारे लिए जब रोटी तोड़ा जाता है तो मसीह ने हमारे लिए जो कष्ट सहा उसे हम स्मरण करते हैं। പല ഗോതമ്പ് മണികൾ ചക്കിൽ ഞെരിഞ്ഞമർന്ന് നല്ല സുന്ദരൻ ആട്ടയായി വെളിയിൽ വരുന്നു. जैसे गेहूं के दाने चक्की में बहुत ही अच्छे से पिस कर एक अच्छा आटा बनता है। അതിനെ
അതിനെ ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുഴച്ച ഒരു റൊട്ടിയായി ഭക്ഷിച്ച് നമ്മുടെ और വിശപ്പ് उसको एक തീർക്കുകയാണ്. साथ मिलाकर लोट बनाकर उसमें से रोटी बनाकर हम खाते हैं। പലരായ നമ്മൾ अनेक जो हम थे ക്രിസ്തുവിൽ ഒരു ശരീരം എന്ന് പറയുന്നു. मसीह में एक शरीर हम कहते हैं। ദൈവകോപത്തിന്റെ ചക്കിൽ परमेश्वर के क्रोध के चक्की में നമ്മുടെ കർത്താവ് ഞെരിഞ്ഞമർന്നു. हमारा प्रभु कुचला गया ക്രിസ്തുവിൽ നമ്മെ ഒരു ശരീരമാക്കേണ്ടതിന് ताकि मसीह में हमें एक शरीर बनाया जा അവന് सके, യോഗ്യതയുള്ള മണവാട്ടിയാക്കി നമ്മെ ताकि രൂപപ്പെടുത്തേണ്ടതിന് उसके योग्य दुल्हन के रूप में हमें बना सके। നമ്മുടെ കറകളും കളങ്കങ്ങളും അവന്റെ രക്തം കൊണ്ട് കഴുകേണ്ടതിനു വേണ്ടി हमारे दाग हमारे झुर्रियों को उसके लहू के द्वारा धोने के लिए നമുക്ക് വിവരിക്കുവാൻ കഴിയാത്ത കഷ്ടതകൾ കർത്താവ് സഹിച്ചു. हम ना विवरण कर पाए, इतने ज्यादा कष्टता प्रभु ने हमारे लिए सहा। അതിന്റെ ഓർമ്മയാണ് കർത്തൃമേശ എന്ന് उसी പറയുന്നത്. के स्मरण में तो प्रभु बोझ होता है മറ്റൊരു കാര്യവുമല്ല. और कोई काम नहीं। അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ और समझाने वाली भाषा में कहूँ तो നമ്മുടെ അപ്പന്റെ മരണവാർത്ത നമ്മൾ ഓർക്കുകയാണ് हमारे ചെയ്യുന്നത്. पिता के मृत्यु के समाचार को हम स्मरण करते हैं। സന്തോഷത്തോടെ നമുക്ക് ഓർക്കുവാൻ കഴിയില്ല. खुशी से हम इसे स्मरण नहीं कर सकते। എത്ര വർഷം കഴിഞ്ഞാലും कितने साल हो जाएं, മക്കൾ വളരെ വേദനയോടെയാണ് ആ കാര്യം ഓർക്കുന്നത്. बच्चे पिता की उस मृत्यु को बहुत दर्द से स्मरण करते हैं। നമ്മൾ ഇതിൽ കൈ നീട്ടുമ്പോൾ हम इसमें हाथ बढ़ाते हैं ആ तब, വേദനയോടെ ഇതിലേക്ക് നമ്മൾ കൈ उस നീട്ടും. दर्द के हम हाथ बढ़ाते हैं तब എന്റെ പാപം നിമിത്തം അവൻ ഇങ്ങനെ തകർക്കും. मेरे पाप के हेतु वो इस समान तोड़ा गया। കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തകർക്കപ്പെട്ടു. देखे तो मनुष्य ने इतना बेरूपी रूप से उसे तोड़ा गया, നോക്കാൻ കഴിയാത്ത നിലയിൽ വിരൂപമായി പോയി എന്ന്. देख ना सके ऐसे बेरूपी बन गया। അങ്ങനെ നമ്മുടെ അപ്പനായി തീർന്നാൽ നമ്മൾ എങ്ങനെ സഹിക്കും? ऐसा यदि हमारा पिता को कर दिया हो तो हम कैसे सहन करते। ഒരിക്കൽ എന്റെ അപ്പനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കണ്ടു. एक बार मेरे पिता को एक विशेष परिस्थिति में मैंने देखा। ഒരു അപകടം ഉണ്ടായിട്ട് മോക്കെ ഒരു സൈഡ് മുഴുവൻ നീര് വെച്ചിരിക്കുന്നു. एक दुर्घटना हो गया तो चेहरा एक मुंह एक साइड में हो गया। ഞാൻ വളരെ ചെറിയ പ്രായമാണ്. मैं बहुत ही छोटे उम्र में 10th था, क्लास में പഠിക്കുന്നു. 10वीं कक्षा में था। ഹോസ്പിറ്റലിൽ ഞാൻ കാണാൻ ചെല്ലുക. अस्पताल में मैं देखने गया। അപ്പൊ ആളിനെ തിരിച്ചറിയാൻ പറ്റതുപോലെ ഒരു സൈഡ് മുഴുവൻ വീർത്ത കണ്ണുമെല്ലാം ഇങ്ങനെ ഇരിക്കുക. और देखे तो पहचान ना सके, ऐसे एक भाग चेहरे का सूज कर ऐसा बड़ा हो गया അത് है। കണ്ടപ്പോൾ ഞാൻ തല കറങ്ങി താഴെ വീഴുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. मुझे लगा कि मैं चक्कर खाकर वहीं गिर जाऊंगा വീഴാതിരിക്കേണ്ടതിന് ആ കട്ടിലിന്റെ പടികളിൽ ഞാൻ മുറുക്ക പിടിച്ചു. और गिर ना जाऊं इसलिए उस खाट के कोने को पकड़ लिया मैंने। നമുക്ക് വേണ്ടി നിത്യജീവൻ തരുവാൻ വന്നയാൾ, हमारे लिए अनंत जीवन देने के लिए जो व्यक्ति आया, ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ തകർക്കപ്പെട്ടു എന്ന് പറയുന്നു. देखे तो पहचान ना पाए, इतना बेरूपी बना दिया बोले तो। ആ സ്നേഹത്തിന്റെ മുൻപാകെ उस प्रेम के आगे നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ धन्यवाद से भरा हुआ हृदय के साथ സ്തോത്രം ചെയ്തുകൊണ്ട് धन्यवाद स्तुति करते हुए നമിക്കുകയല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യുവാനില്ല. नमन करे, उसके अलावा हम और कुछ कर ही नहीं सकते। ആ വേദനയെ നമുക്ക് വിവരിപ്പാൻ കഴിയില്ല. उस दर्द को हम विवरण नहीं कर सकते। അവന്റെ നിർമ്മല മണവാട്ടിയായി തീർക്കുവാൻ അത് സഹിച്ചത്. उसी के दुल्हन के रूप में बनाने के लिए हमें इस समान उसने किया। ആ കാര്യമാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത്. और उसी बात को हम यहाँ स्मरण करते ഒരു हैं। നിസ്സാര മനസ്സോടെ നമ്മൾ ഇതിൽ एक പങ്കാളികളാകരുത്. साधारण मन लेकर हम इसमें भागीदार ना बने। ഒരു ബന്നിന്റെ അല്പം ഭാഗം കഴിക്കുന്നു, അല്പം വീഞ്ഞ കുടിക്കുന്നു എന്നുള്ള മെന്റാലിറ്റി. ऐसा सोच ना करना कि छोटा सा एक रोटी और थोड़ा सा दाखरस पीने बैठा हूँ। നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ തകർച്ചയെ നമ്മൾ ഓർക്കണം. हमारे लिए उसने ऊपर अपने ऊपर जो जुल्म सहा उसे हम स्मरण करें। അടികൾ ഏറ്റുവാങ്ങി मारों को लिया गया, വീണും എഴുന്നേറ്റ് ക്രൂശ് ചുമന്നുകൊണ്ട് गिर പോയി. कर उठ कर फिर से क्रूस को लेकर चला। അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി अंतिम लहू के बूंद के लिए हमारे लिए बहा दिया। മരിച്ചു എന്നുറപ്പ് വരുത്തുവാൻ मर गया दृढ़ करने के लिए। പടയാളികൾ ഒരുവൻ കുന്തപ്പുണ്ട് നെഞ്ച കുത്തിക്കീറി. एक सैनिक ने बाला लेकर उसके छाती को फाड़ दिया അത് അടയാളമായി തന്റെ പ്രിയ ശിഷ്യനെ കാണിച്ചില്ലേ? और उससे चिन्ह रूपी क्या उसने अपने चेले को नहीं दिखाया। ആ മുറിവിൽ നിന്ന് അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും വീണു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. लिखा गया है कि उसी घाव में से अंतिम बूंद और पानी बह गया। ആ സാക്ഷ്യം സത്യമാകുന്നു. वो गवाही सही है। ഒരു തുള്ളി രക്തം പോലും ആ ശരീരത്തിൽ ശേഷിപ്പിക്കാതെ മുഴുവനും നമ്മുടെ വീണ്ടെടുപ്പിനും പാപത്തിന്റെ മോചനത്തിനുമായി ചൊരിഞ്ഞ കർത്താവിന്റെ സ്നേഹം എത്ര വലുത്. उस शरीर में एक कतरा लहू भी रखे बिना हमारे और आपके पाप के लिए बहा देने वाले उस प्रभु का प्रेम।
വളരെ ഗൗരവത്തോട് നമ്മൾ ഇതിൽ സംബന്ധിക്കണം. बड़े गंभीरता से हम इसमें भाग ले पाए, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് अपने आप को പങ്കാളികളാകുവാൻ. परखते हुए इसमें भागीदार होना है. നമ്മൾ ഇതിന് കുറ്റക്കാരായി തീരരുത്. हम इसके लिए दोषी न ठहरा जाएं, ക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കുന്നവരാകരുത്. मसीह को फिर से क्रूसित करने वाले ना बने. പൂർണ്ണമായ വിശുദ്ധിയോടെ വേർപാടോടെ ഇതിൽ पूर्ण പങ്കെടുക്കുവാൻ पवित्रता और अलगदाई के साथ इसमें भागीदार हो पाए. ഹിന്ദിയിൽ ഒരു വേദഭാഗം റോയ്സൺ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ हिंदी में 32 വരെയുള്ള വേദഭാഗം. पहला कोरिन्थी 11वें अध्याय का 23 से पढ़ता हूँ. क्योंकि ये बात मुझे प्रभु से पहुंची और मैंने तुम्हें भी पहुंचा दी कि प्रभु यीशु ने जिस रात वह पकड़वाया गया रोटी ली और धन्यवाद करके उसे तोड़ी और कहा, ये मेरी देह है जो तुम्हारे लिए है, मेरे स्मरण के लिए यही क्या करो. इसी रीत से उसने बियारी के पीछे कटोरा भी लिया और कहा, ये कटोरा मेरे लहू में नई वाचा है, जब कभी पियो तो मेरे स्मरण के लिए यही किया करो. क्योंकि जब कभी तुम इस रोटी से खाते और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वह न आए प्रचार करते हो. इसलिए जो कोई अनुचित रीत से प्रभु की रोटी खाए या उसके कटोरे में से पिए, वे प्रभु की देह और लहू का अपराधी ठहराएगा. इसलिए मनुष्य अपने आप को जांच ले और इसी रीत से इस रोटी में से खाए और इस कटोरे में से पिए. क्योंकि जो खाते पीते समय प्रभु की देह को ना पहचाने, वे इसे खाने और पीने से अपने ऊपर दंड लाता है. इसी कारण तुम में बहुत से निर्बल और रोगी हैं और बहुत से सो भी गए हैं. यदि हम अपने आप को जांचते तो दंड ना पाते, परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है, इसलिए कि हम संसार के साथ दोषी ना ठहरे. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.